ക്രിസ്മസ്, ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ഒരുപാട് OTT റിലീസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അത്തരത്തിൽ OTT റിലീസ് ചെയ്യപ്പെട്ട ഒരു മലയാള ചിത്രത്തെക്കുറിച്ചാണ്. അതിഭീകര കാമുകൻ. ലുക്മാൻ അവറാനാണ് ചിത്രത്തിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ചുരുക്കി പറഞ്ഞാൽ തിയേറ്ററിൽ വലിയ പരാജയം നേരിട്ട ഒരു ചിത്രമായിരുന്നു അതിഭീകര കാമുകൻ. അതേ അവസ്ഥ തന്നെയാണ് OTT-യിലും ലഭിക്കുന്നത്. മോശം അഭിപ്രായമാണ് കണ്ട പ്രേക്ഷകർ എല്ലാം തന്നെ പങ്കുവച്ചിട്ടുള്ളത്. അതിഭീകരൻ എന്ന വാക്ക് പോലെ തന്നെ ഭീകരമായ ഒരു സിനിമ എന്ന് തന്നെ പറയേണ്ടി വരും. 2 മണിക്കൂർ എങ്ങനെയൊക്കെ ബോറടിപ്പിക്കാൻ പറ്റുമോ അത്തരത്തിൽ സിനിമ നമ്മളെ ബോറടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കാം. യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ ലുക്മാനും ദൃശ്യ രഘുനാഥും പ്രധാന വേഷത്തിലെത്തുന്ന അതിഭീകര കാമുകൻ എന്ന ചിത്രം ഇന്നലെ OTT റിലീസ് ചെയ്തു. റൊമാന്റിക് കോമഡി ഫാമിലി ജേണറിൽ ഒരുങ്ങുന്ന ചിത്രം CC നിതിൻ, ഗൗതം തനിൽ എന്നിവർ ചേർന്നാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമയുടെ പേര് കേട്ടപ്പോൾ ഒരു വെറൈറ്റി പ്രണയകഥയോ അല്ലെങ്കിൽ നല്ലൊരു ആക്ഷേപഹാസ്യമോ ആയിരിക്കുമെന്ന് കരുതി തിയേറ്ററിൽ കണ്ടവർക്കും OTT റിലീസ് ചെയ്തപ്പോൾ കണ്ടവർക്കും കിട്ടിയത് 8ന്റെ പണിയാണ്. അതിഭീകര കാമുകൻ എന്ന ടൈറ്റിലെ ഭീകരം എന്ന വാക്ക് അനർത്ഥമാക്കുന്ന രീതിയിലാണ് സിനിമയുടെ മേക്കിങ്ങും തിരക്കഥയും. 1990കളിലെ പൈങ്കിളി പ്രണയകഥകളും തറ കോമഡികളും കൂട്ടിക്കലർത്തിയ ഒരു വിചിത്ര മിശ്രണമാണ് ഈ ചിത്രം. മലയാള സിനിമ ഒത്തിരി മുൻപോട്ട് പോയെങ്കിലും ഇപ്പോഴും ഇത്തരം ക്ലീശകൾ കുത്തിനിറച്ച സിനിമകൾ എടുക്കാൻ സംവിധായകൻ കാണിച്ച ധൈര്യത്തെ സമ്മതിക്കുക തന്നെ വേണം. പ്രണയവും അതിനിടയിലെ തടസ്സങ്ങളും ഒടുവിൽ ഒരു പൊട്ട ക്ലൈമാക്സും കുത്തിനിറച്ച ഒരു സിനിമ. ഇതിനിടയിൽ പുതിയതായി ഒന്നും തന്നെ സിനിമയിൽ തിരയാൻ ഇല്ല എന്ന് തന്നെ പറയാം. സിനിമയുടെ ഏറ്റവും വലിയ പരാജയം അതിന്റെ ഹാസ്യരംഗങ്ങളാണ്. പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ വേണ്ടി കഥാപാത്രങ്ങൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും ഡയലോഗുകളും കാണുമ്പോൾ ചിരിച്ചല്ല, മറിച്ച് സഹതാപമാണ് തോന്നുന്നത്. ബോഡി ഷേമിങ്ങും ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള തമാശകൾ ഇന്നത്തെ കാലത്ത് ആസ്വദിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. പല സീനുകളും യൂട്യൂബിലെ തറ നിലവാരമുള്ള സ്കിറ്റുകളെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു. അഭിനേതാക്കളുടെ ഭാഗത്തു നിന്ന് നോക്കിയാൽ പലരും ഓവർ ആക്ടിങ് എന്ന് തന്നെ പറയാം. സ്വാഭാവികമായ ഭാവങ്ങൾക്കോ സംഭാഷണങ്ങൾക്കോ ഇവിടെ സ്ഥാനമില്ല. വൈകാരികമായ രംഗങ്ങളിൽ പോലും പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നത് സംവിധായകന്റെയും ചിത്രത്തിന്റെയും വലിയ പരാജയമാണ്. നവാഗതനായ സംവിധായകന് തന്നെ ഒരു വ്യക്തമായ കാഴ്ചപ്പാട് സിനിമയെക്കുറിച്ച് ഉണ്ടായിരുന്നോ എന്നത് സംശയമാക്കുന്ന രീതിയിലാണ് ഈ ചിത്രം എടുത്തുവെച്ചിരിക്കുന്നത്. ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലേക്കുള്ള മാറ്റം പോലും വളരെ അസ്വാഭാവികമാണെന്ന് പറയപ്പെടണം. സിനിമയിലെ മറ്റു പോരായ്മകൾ ക്യാമറ വർക്കും എഡിറ്റിംഗും തന്നെയാണ്. ഒരു തരത്തിലും പ്രൊഫഷണൽ നിലവാരം ഇത് പുലർത്തുന്നേ ഇല്ല എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും. സീനുകൾക്കിടയിലെ ജമ്പ് കട്ടുകളും മോശം കളർ ഗ്രേഡിങ്ങും സിനിമയുടെ ആസ്വാദനത്തെ കാര്യമായി തന്നെ ബാധിച്ചു എന്ന് പറയാം. പശ്ചാത്തല സംഗീതമാകട്ടെ സീനിലെ മൂഡിന് ഒട്ടും ചേരാത്ത വിധം ഇരച്ചു കയറുന്നതാണ്. എന്നാൽ ചിത്രത്തിലെ ഒരു ഗാനം വളരെ ശ്രദ്ധേയമായിരുന്നു. പ്രേമവതി എന്ന് തുടങ്ങുന്ന ഈ ഗാനം സോഷ്യൽ മീഡിയയിൽ മറ്റും വൈറലാവുകയും ഒരുപാട് മികച്ച അഭിപ്രായങ്ങൾ നേടുകയും ചെയ്തിരുന്നു. ചുരുക്കി പറഞ്ഞ തിയേറ്ററിൽ പൈസ കൊടുത്തു കയറിയ പ്രേക്ഷകന്റെ ക്ഷമ പരീക്ഷിച്ച അതേ ചിത്രം OTT-യിലെത്തുമ്പോൾ OTT-യിൽ കണ്ടവരുടെയും ക്ഷമ കെടുത്തി എന്ന് തന്നെ പറയാം. തമാശകളും കെട്ടുറപ്പില്ലാത്ത തിരക്കഥയും സിനിമയെ മൊത്തത്തിൽ ഒരു ദുരന്തം തന്നെയാക്കി മാറ്റുന്നു. സമയവും പണവും വെറുതെ കളയാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ഈ ഭീകരനെ കാണൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിട പറയുന്നു. അടുത്ത ആഴ്ച നല്ലൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്.